ഒരു കാർ ബ്രാൻഡ് ഉണ്ടാക്കിയതിന് പിന്നിൽ ഹിറ്റ്ലറിന്റെ സ്വപ്നങ്ങളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു സാധാരണ കാർ ലോക ചരിത്രത്തെ മാറ്റിമറിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫോക്സ് വാഗൻ ഒറ്റ നോട്ടത്തിൽ ഒരു കാറാണ്, പക്ഷേ അതിൻ്റെ പുറകിൽ അതിഗംഭീര ഒരു ചരിത്രമുണ്ട്. യുദ്ധം, തകർച്ച, പുനർജന്മം, ഒടുവിലൊരു വലിയ തട്ടിപ്പും. നമസ്കാരം, ദ മലയാളം മൈൻഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു ലോകപ്രസിദ്ധ കാർ ബ്രാൻഡായ ഫോക്സ് വാഗനെ കുറിച്ച്. 1930 മടങ്ങാം. ജർമ്മനിയുടെ സാമ്പത്തിക അവസ്ഥ അത്യാവശ്യം മോശമായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഒരു കാർ, അതിലേറെ ജനങ്ങൾക്ക് ചിലവ് കുറഞ്ഞ് വാങ്ങാൻ പറ്റുന്ന ഒരു കാർ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. ഇതാരാണെന്നറിയുമോ? ഹിറ്റ്ലർ. അതാണ് ഫോക്സ് വാഗണിന്റെ പേര്, പീപ്പിൾസ് കാർ. ആദ്യം ബ്രാൻഡ് ആരംഭിച്ചത് 1937 നാസി വാഴ്ചയിൽ ഹിറ്റ്ലർ ഒരു പ്രചരണം നടത്തി. ഓരോ ജർമ്മൻ പൗരന്റെ വീട്ടിലും ഒരു കാർ ഉണ്ടാകണമെന്ന്. ആ ആശയത്തിലാണ് ഫോക്സ് വാഗൻ ജനിച്ചത്. പക്ഷേ ഇതൊരു കാർ നിർമ്മാണ കഥ മാത്രമല്ല, ഇത് യുദ്ധം തുടങ്ങാനുള്ള രാഷ്ട്രീയ യുക്തിയുടെ ഭാഗമായിരുന്നു. 1938 ഫോക്സ് വാഗൻ ആദ്യത്തെ കാർ മോഡൽ പുറത്തിറക്കി. പിന്നീട് ഇത് ബീറ്റിൽ എന്ന് വിളിക്കപ്പെട്ടു. പോർഷയുടെ സ്ഥാപകനായ ഫെർഡിനാൻഡ് പോർഷെ ആയിരുന്നു ഈ കാർ രൂപകൽപ്പന ചെയ്തത്. രാജ്യത്ത് ശക്തമായ ഉൽപാദന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നായിരുന്നു നാസി പാർട്ടിയുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി ഫോക്സ് വാഗൻ കാറുകൾ നിർമ്മിക്കുന്നതിനായി വലിയ ഫാക്ടറികൾ സ്ഥാപിക്കപ്പെട്ടു. എന്നിരുന്നാലും രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുന്നേ ഈ കാറുകൾ പൊതുജനങ്ങൾക്ക് എത്തിയില്ല. പകരം യുദ്ധത്തിനാവശ്യമായ സൈനിക വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനായി ഈ ഫാക്ടറികൾ ഉപയോഗിച്ചു. ഇതായിരുന്നു ഫോക്സ് വാഗന്റെ തുടക്കം തന്നെ വിവാദങ്ങൾ നിറഞ്ഞത്. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയതോടെ ഫോക്സ് വാഗന്റെ കാറുകൾ ഉൽപാദനം പൂർണ്ണമായി നിർത്തി. ഫാക്ടറികളെല്ലാം ആയുധ നിർമ്മാണം, സൈനിക വാഹനങ്ങൾക്കായി മാറ്റി. ഈ സമയത്ത് ഫോക്സ് വാഗൻ ഫാക്ടറികളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അടിമകളെ വെച്ചിട്ടായിരുന്നു. ഇവർ സ്കാൻഡിനേവിയ, പോളണ്ട്, റഷ്യ തുടങ്ങിയ രാജ്യത്ത് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട പ്രിസണർ ഓഫ് വാർ അഥവാ കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ളവരായിരുന്നു. ഇവരിൽ പുരുഷന്മാരും സ്ത്രീകളും 2 പേരും ഉണ്ടായിരുന്നു. ഇത് ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായിരുന്നു. യുദ്ധം അവസാനിക്കുമ്പോൾ ഫാക്ടറികളെല്ലാം പൂർണ്ണമായി തകർന്ന നിലയിലായിരുന്നു. എന്താണ് അതിനുശേഷം സംഭവിച്ചത്? ഇതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ജർമ്മനിയെ ഭരിക്കാൻ മേൽനോട്ടം കൊടുത്തത് ബ്രിട്ടീഷ് മേജറായ ഇവാൻ ഹിർസ്റ്റ് ആയിരുന്നു. അദ്ദേഹം തകർന്നിരുന്ന ഫാക്ടറികൾ പുനർനിർമ്മിച്ച് വീണ്ടും കാറുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചു. ഇവിടെയായിരുന്നു ഫോക്സ് വാഗന്റെ രണ്ടാം ജന്മം. 1950കളിൽ ബീറ്റിൽ കാറിന്റെ ഉൽപാദനം വീണ്ടും ആരംഭിച്ചു. ഇതിന്റെ രൂപം ലളിതമായിരുന്നു. പൂട്ടിയ ഓവൽ ആകൃതിയിലുള്ള ശരീരം, ബാക്കിൽ എഞ്ചിൻ, മുന്നിൽ ബാഗേജ്. 1950കളിലും 60കളിലും ജർമ്മനിയുടെ പുനർനിർമ്മാണത്തിന് ചിഹ്നമായി മാറി ഫോക്സ് വാഗൻ. ബീറ്റിൽ എല്ലാവർക്കും മേടിക്കാൻ പറ്റിയ ഒരു സാധാരണക്കാരൻ്റെ കാറായി മാറി. ഇത് കോളേജ് വിദ്യാർത്ഥികളും വർക്കിംഗ് ക്ലാസ് ജീവനക്കാരുടെയും ഹൃദയം കീഴടക്കി. ഇതിൻ്റെ വിശ്വാസ്യതയും കുറവ് മെയിൻ്റനൻസ് ചിലവുമാണ് കാരണം. അതിനൊപ്പം ഫോക്സ് വാഗൺ അതിൻ്റെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുമാറ്റി. ബീറ്റിലിന്റെ പ്രശസ്തി ഉപയോഗിച്ച് മാത്രമല്ല ഫോക്സ് വാഗൻ വലിയ ഗ്രൂപ്പായി മാറിയത്. അവർ തിരിച്ചറിഞ്ഞു തുടങ്ങി, ഒരേ മോഡൽ കാറുകൾ പുറത്തിറക്കിയാൽ വളർച്ച തടസ്സപ്പെടും. അതിനാൽ 1960കളുടെ അവസാനം മുതൽ ഫോക്സ് വാഗൻ പുതിയ കാർ ബ്രാൻഡുകൾ സ്വന്തമാക്കാൻ തുടങ്ങി. ആദ്യമായി ഓഡി ആയിരുന്നു. ഓഡി അതിൻ്റെ അത്യാധുനിക ടെക്നോളജി, ക്വാഡ്രോ സിസ്റ്റം, പ്രൊഫഷണൽ ഡിസൈൻ ഇവയിലൂടെ വോക്സ് വാഗൺ ഗ്രൂപ്പിൻ്റെ പ്രീമിയം തലത്തെ കരുത്തായി.
പിന്നീട് പോർഷെ, സ്കോഡ, ലംബോർഗിനി, ബെന്റ്ലി, ബുഗാറ്റി തുടങ്ങിയ കാർ ബ്രാൻഡുകൾ കരസ്ഥമാക്കി. ഇന്ന് VW ഗ്രൂപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ കാർ മാനുഫാക്ചറിംഗ് ഗ്രൂപ്പുകളിൽ ഒന്നാണ്. ഓരോ സെഗ്മെന്റിലും വിലാസം ചെയ്യാനായി അവരുടെ കീഴിലുള്ള ബ്രാൻഡുകൾ വ്യത്യസ്ത ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു എൻഡ് ടു എൻഡ് കാർ ഇക്കോസിസ്റ്റം എന്ന നിലയിൽ ആയി. 2015 ഫോക്സ് വാഗൺ തട്ടിപ്പ് നടത്തിയതായി പിടിക്കപ്പെട്ടു. മലിനീകരണ പരിശോധന കബളിപ്പിക്കാൻ അവർ ഡീസൽ എഞ്ചിനുകളിൽ ഒരു രഹസ്യ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു. ഇത് ഡീസൽ ഗേറ്റ് സ്കാം എന്ന് അറിഞ്ഞിരുന്നു. പരീക്ഷണങ്ങൾക്കിടെ കാറുകളിൽ നിയമപരമായ മലിനീകരണം കാണിക്കാൻ വേണ്ടി ഈ സോഫ്റ്റ്വെയർ സഹായിച്ചു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ റോഡുകളിൽ 40 മടങ്ങ് കൂടുതൽ മലിനീകരണം പുറപ്പെടുവിച്ചു. ലോകമെമ്പാടുമുള്ള 11 ദശലക്ഷം കാറുകളിൽ ഈ തട്ടിപ്പുണ്ടായിരുന്നു. ഇതിന്റെ ഫലമായി US ഗവൺമെന്റ് ഫോക്സ് വാഗന് $30 ബില്യൺ പിഴ ചുമത്തി. ഫോക്സ് വാഗണിന്റെ മേലധികാരികളുടെ ജോലി നഷ്ടപ്പെട്ടു. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഫോക്സ് വാഗണിലുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഫോക്സ് വാഗൺ ഇലക്ട്രിക് കാറുകൾ നിർമ്മിച്ച് അതിന്റെ ബ്രാൻഡ് ഇമേജ് ശരിയാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാറിന്റെ ചരിത്രം ഇത്രയും വർണ്ണാഭകാരമോ? ഹിറ്റ്ലറുടെ നിർദ്ദേശത്തിൽ ആരംഭിച്ച ബ്രാൻഡ് ലോകത്തെ ഏറ്റവും ജനപ്രിയ കാറുകളായി മാറി. യുദ്ധം, തകർച്ച, പുനർജന്മം എല്ലാം അനുഭവിച്ചിട്ടുള്ള ഒരേ ബ്രാൻഡ്. ഫോക്സ് വാഗൺ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കമ്പനി വീണു എന്ന് വെച്ച് അത് അതിൻ്റെ അവസാനമല്ല, തിരിച്ചു കയറാനും സാധ്യമാണ്. ഇന്ന് ഫോക്സ് വാഗൺ എന്നതൊരു കമ്പനി മാത്രമല്ല, അതൊരു ചരിത്രമാണ്. മനുഷ്യരുടെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. പുതിയ ടെക്നോളജികൾ കണ്ടെത്തുവാനുള്ളൊരു കുതിപ്പാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഫോക്സ് വാഗൺ പോലെ ലോകപ്രസിദ്ധ കാർ ബ്രാൻഡുകളുടെ ചരിത്രം അറിയാൻ കാത്തിരിക്കൂ. കമൻറ്റ് ചെയ്യൂ. അടുത്ത് നിങ്ങൾക്ക് ഏത് കാർ ബ്രാൻഡിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് കേൾക്കാൻ താല്പര്യമുള്ളത്? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.